ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇന്ന് ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ടായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ലയൺ റാറ്റിലാണ്. ഒരു ചെറിയ ലീഫ് സ്പോട്ടും കൂടി ഞാനിനി കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്ന യാൺ 4-ply കോട്ടൺ യാണാണ്. ഈ ഒരു ഡാർക്ക് യെല്ലോ കളർ വേണം, ബ്രൗൺ കളർ വേണം, ഓഫ് വൈറ്റ് കളർ വേണം, പിന്നെ ഈ ഒരു ഗ്രീൻ കളർ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടന്നാലോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3mm ക്രോഷ്യ ഹുക്ക്, ഒരു റാറ്റിൽ റിംഗ്, പിന്നെ ഒരു റാറ്റിൽ ബോൾ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ആട്ടോ മേടിച്ചത്. പിന്നെ ഒരു നീഡിൽ, പിന്നെ ഒരു സ്മോൾ പീസ് ബ്ലാക്ക് യാൺ, സിസേഴ്സ്, സ്റ്റിച്ച് മാർക്കർ, പിന്നെ കുറച്ച് ഫൈബർ ഫില്ലിംഗ്. നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1, ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യേസ്. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3, 4, 5 and 6. നമ്മുടെ സർക്കിൾ ക്ലോസ് ചെയ്യാം. ഞാൻ റൗണ്ട് 2 ചെയ്യാനായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുന്നില്ല. നേരെ ഇതിൻ്റെ മുകളിലോട്ട് 6th 1 കഴിഞ്ഞു. നെക്സ്റ്റ് റൗണ്ട് 2, നേരെ ഇതിൻ്റെ മുകളിലോട്ട് 1 സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1. നമുക്ക് ഇനി സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ റൗണ്ട് എവിടെ ഫിനിഷ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. ഈ റൗണ്ട് ഫുൾ ഇൻക്രീസ് ആണ്. സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരൊറ്റ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുത്തു. നെക്സ്റ്റ് വണ്ണിൽ അഗെയിൻ സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. എന്നാൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് അഞ്ചിലെത്തി. നമുക്ക് റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാം. റൗണ്ട് 3 സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 and into the same space 1 more സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഈ റൗണ്ട് ടോട്ടൽ നമുക്ക് 18 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട്. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഇൻക്രീസ്. അങ്ങനെ ഈ ഒരു എൻഡ് വരെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, സെക്കൻഡ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യസ് ഉണ്ട്. നെക്സ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ 1, നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് അഞ്ചിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 5. റൗണ്ട് 5 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ 1, നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ 1 മോർ സിംഗിൾ ക്രോഷ്യ.
ഫോർത്ത് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ ഒരു റൗണ്ട് ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. 1 2 3 എണ്ണത്തിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് വണ്ണിൽ ഇൻക്രീസ്. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 6. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, സിംഗിൾ ക്രോഷ്യ 3 ആൻഡ് സിംഗിൾ ക്രോഷ്യ 4. നെക്സ്റ്റ് വൺ ഇൻക്രീസ് ആണ്, സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ. ഈ റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 7. ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2. ഈ റൗണ്ട് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് 7 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 8. ഫസ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5 ആൻഡ് 6. നെക്സ്റ്റ് വണ്ണിൽ ഇൻക്രീസ്, സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ റൗണ്ട് ടോട്ടൽ 48 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇൻക്രീസ് റൗണ്ടിലെ ലാസ്റ്റ് റൗണ്ട്, റൗണ്ട് 8. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 9 till റൗണ്ട് 17. റൗണ്ട് 9, 10, 11, 12, 13, 14, 15, 16, 17. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. ഓരോ റൗണ്ടിലും ടോട്ടൽ 48 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. ഈ റൗണ്ടൊന്നും ഇൻക്രീസ് ഇല്ല. ഇതുപോലെ നമുക്ക് റൗണ്ട് 9 till റൗണ്ട് 17 വരെ ചെയ്തെടുക്കാം. ഞാൻ ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് 17 വരെ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വർക്ക് നോക്കിയാൽ അറിയാം, ഇതുപോലെയായി. നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 18 ചെയ്യാം. റൗണ്ട് 18 ഓൺവേർഡ്സ് ഡിക്രീസ് ആണ്. ഫസ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4, 5 ആൻഡ് 6. നെക്സ്റ്റ് വണ്ണൊരു ഇൻവിസിബിൾ ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് വണ്ണിൽ കൂടെ ഹുക്ക് എടുത്തു. നെക്സ്റ്റ് സ്റ്റിച്ചിൽ കൂടെയും ഹുക്ക് കടത്തിയെടുക്കുക. യാൺ ഓവർ. ഇനി രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ പതുക്കെ വലിക്കുക. ഇതാണ് ഇൻവിസിബിൾ ഡിക്രീസ്. അഗെയിൻ നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. and 6. Next one again ഒരു invisible decrease. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട് കേട്ടോ. റൗണ്ട് 18 42 സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 19. റൗണ്ട് 19 ചെയ്യാനായിട്ട് ഫസ്റ്റ് 5 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, സിംഗിൾ ക്രോഷ്യ 2, 3, 4 and 5. നെക്സ്റ്റ് വണ്ണിൽ ഒരു ഇൻവിസിബിൾ ഡിക്രീസ്. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 36 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. നെക്സ്റ്റ് റൗണ്ട് 20. ഫസ്റ്റ് 4 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ 1, 2, 3 and 4. നെക്സ്റ്റ് വണ്ണിലൊരു ഇൻവിസിബിൾ ഡിക്രീസ്.
ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ റൗണ്ട് ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ റൗണ്ട് 20 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 21. റൗണ്ട് 21 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ, 1 2 and 3. ഫോർത്ത് വണ്ണിലൊരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 24 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട്. ഞാനിപ്പോൾ റൗണ്ട് 21 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 22. ഫസ്റ്റ് 2 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇനി അടുത്തത് ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് 22 ഫിനിഷ് ചെയ്യാം. ഈ ഒരു റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി നമുക്കിത് നെക്സ്റ്റ് റൗണ്ട് ചെയ്ത് ഇത് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ ഫൈബർ ഫില്ലിംഗ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ റാറ്റിൽ ബോൾ ഉണ്ടല്ലോ, ഇത് വെച്ച് കൊടുക്കാം. ഇത് ജസ്റ്റ് വെറുതെ വെച്ചാൽ മതി. ഇനി അഗെയിൻ നമ്മുടെ ഫൈബർ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ബോളിനെ ഓൾമോസ്റ്റ് ഒരു സെൻറ്ററിലാക്കാൻ നോക്കണം കേട്ടോ. നല്ല ഫുള്ള് നല്ല ടൈറ്റായിട്ട് ചെയ്തു. ഇപ്പോൾ കണ്ടോ സൗണ്ട് വരുന്നത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാനായിട്ട് ലാസ്റ്റ് റൗണ്ട് 23. ഫസ്റ്റ് വണ്ണിൽ 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് വണ്ണിൽ ഒരു ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. 1 സിംഗിൾ ക്രോഷ്യ, 1 ഡിക്രീസ്. ഈ റൗണ്ട് ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമ്മുടെ യാൺ കട്ട് ചെയ്യാം. ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് നമ്മുടെ യാൺ പുറത്തോട്ട് വലിച്ചെടുക്കാം. നമ്മുടെ ഈ ഒരു നീഡിലുണ്ടല്ലോ, ഇതിലോട്ട് യാൺ കടത്താം. ഇതുപോലെ തുന്നി ഈ ഹോൾ അങ്ങ് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ ലയൻ്റെ മെയിൻ ഫേസ് ഫിനിഷായി. നെക്സ്റ്റ് നമുക്ക് ഇതിന് 2 ഇയേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് അഗെയിൻ ഒരു മാജിക് സർക്കിൾ ഇടാം. ചെയിൻ 1. ഇതിനുള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ 1 2 3 4 5 and 6. ഈ റൗണ്ട് 2 ചെയ്യാനായിട്ട് ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിലോട്ട് സിംഗിൾ ക്രോഷ്യ 1, സെയിം സ്പേസിൽ തന്നെ 1 മോർ സിംഗിൾ ക്രോഷ്യ 2. ഈ റൗണ്ട് ഫുൾ ഇൻക്രീസ് ആട്ടോ. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ.
നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ അതുപോലെ തന്നെ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യ. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. നെക്സ്റ്റ് 3 റൗണ്ട്സ്, റൗണ്ട് 3, റൗണ്ട് 4 ആൻഡ് റൗണ്ട് 5 ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കാം. ഓരോ റൗണ്ടിലും നമുക്ക് 12 സിംഗിൾ ക്രോഷ്യസ് ഉണ്ടാവും കേട്ടോ. റൗണ്ട് 3, റൗണ്ട് 4 ആൻഡ് റൗണ്ട് 5 ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ 3 റൗണ്ട്സ് ചെയ്തെടുത്തു. നെക്സ്റ്റ് നമുക്കിത് ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യാനായിട്ടൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 1, ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് രണ്ടെണ്ണത്തിൻ്റെയും ഉള്ളിൽ കൂടെ ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോകാം. ഇതും ബാക്ക് സൈഡും ടുഗദർ. സിംഗിൾ ക്രോഷ്യ 1, 2, 3, 4, 5 and last one 6. ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമുക്ക് യാൺ കട്ട് ചെയ്യാം. ഇതുപോലെ സെയിം ഒരെണ്ണം കൂടി ചെയ്തെടുക്കുക. വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, സെയിം തന്നെ. നമ്മുടെ ലയണിൻ്റെ ഹെഡ് എടുത്തിട്ട് നമുക്കിതിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാർട്ടിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഇനി ഇതുപോലെ തന്നെ സെയിം ഇത് ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സൈഡും ഇയർ പിടിപ്പിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ബ്രൗൺ കളർ യാൺ എടുക്കാം. ഇവിടെ നിന്ന് ഇയേഴ്സിൻ്റെ ബാക്കിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോകണം നമുക്കിനി. ഞാൻ കണക്ട് ചെയ്തു. ചെയിൻ 1. ഇനി ഓരോ റൗണ്ടിലോട്ടും ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങോട്ട് പോവാം. കറക്റ്റ് ഇയേഴ്സിൻ്റെ ബാക്കിലേക്ക് ആട്ടോ പോകേണ്ടത്, തെറ്റിപ്പോരുത്. ഞാനിപ്പോൾ ഇവിടെ വരെ ചെയ്തു. ഇയേഴ്സിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോവാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമുക്കിത് തീരെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ യാൺ എടുക്കുക, ചെയിൻസ് ചെയ്യുക. കറക്റ്റ് ഈ ഒരു ഫേസിൻ്റെ ലെങ്ത്തിൽ ചെയിൻസ് ചെയ്തിട്ട് അതിൽ ഓരോ ചെയിൻസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അതിനുശേഷം ഇത് ജസ്റ്റ് നീഡിലെടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ കറക്റ്റ് തുന്നി പിടിപ്പിച്ചാലും മതി കേട്ടോ. കാരണം ഞാൻ ക്രോഷ്യ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ സ്റ്റിച്ചാണ് ഈ സ്ലിപ്പ് സ്റ്റിച്ച്.
അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞു തന്നത്. ഇങ്ങനെ നമുക്ക് ഫുൾ ഇവിടെ വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തെടുത്തു. ഫുൾ ഫേസ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇനി നമുക്കിത് നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്ത ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ചെയിൻ 2. ഇനി ഓരോ ചെയിൻസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു പോകണം. ഇതാണ് ഡബിൾ ക്രോഷ്യ. അങ്ങനെ 3 ഡബിൾ ക്രോഷ്യ ഓരോ ചെയിൻസിലും ചെയ്തു പോകണം കേട്ടോ. 3. നെക്സ്റ്റ് വണ്ണിൽ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഡബിൾ ക്രോഷ്യ 1 2 ആൻഡ് 3. അങ്ങനെ നമുക്കിത് ഫുൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ അറ്റം തൊട്ട് ഈ അറ്റം വരെ ഫുൾ ഓരോ സ്റ്റിച്ചസിലും 3 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഫുൾ ചെയ്തെടുത്തു. ഇനി നമുക്കിത് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത 2 ചെയിനില്ലേ, അതിൽ സെക്കൻഡ് ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നമ്മുടെ ഞാൻ കട്ട് ചെയ്യാം. ഉള്ളിലോട്ടൊന്ന് കടത്തി ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഓഫ് വൈറ്റ് കളർ ചെയ്യാൻ എടുക്കാം. എന്നിട്ട് നമുക്ക് ലൈൻ ഉണ്ട്, സ്നൗട്ട് ചെയ്തെടുക്കാം. ചെയിൻ 1, ഇതിൻ്റെ ഉള്ളിലോട്ട് 6 സിംഗിൾ ക്രോഷ്യ. 1 2 3 4 5 6. റൗണ്ട് 2 ചെയ്യാനായിട്ട് ഓരോ സ്റ്റിച്ചസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ ടോട്ടൽ 12 സിംഗിൾ ക്രോഷ്യേസ് നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് വണ്ണിലും സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. അങ്ങനെ നമുക്ക് ഈ ഒരു എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് 2 ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് 3 ചെയ്യാനായിട്ട് ഫസ്റ്റ് 3 സ്റ്റിച്ചസിൽ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലും ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 സിംഗിൾ ക്രോഷ്യ 2. തേർഡ് വണ്ണിലും ഇൻക്രീസ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ ഓരോ സിംഗിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 2 ആൻഡ് നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 3. ഈ നെക്സ്റ്റ് 3 സ്റ്റിച്ചസ് അഗെയിൻ ഇൻക്രീസ് ആണ്. സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. നെക്സ്റ്റ് വണ്ണിലും സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് സിംഗിൾ ക്രോഷ്യ 2. ഈ നെക്സ്റ്റ് 3 സ്റ്റിച്ചസിൽ അഗെയിൻ ഓരോ സിംഗിൾ ക്രോഷ്യ 1. നെക്സ്റ്റ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1 ആൻഡ് തേർഡ് വണ്ണിൽ സിംഗിൾ ക്രോഷ്യ 1. ഈ റൗണ്ട് ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് റൗണ്ട് 4 ആൻഡ് 5 ഇൻക്രീസ് ഇല്ല. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. റൗണ്ട് 4 ആൻഡ് റൗണ്ട് 5
ഓരോ റൗണ്ടിലും ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യേഴ്സ് ഉണ്ട്. ഫുൾ ചെയ്തെടുക്കാം. റൗണ്ട് 4 ആൻഡ് റൗണ്ട് 5. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. റൗണ്ട് 4ഉം റൗണ്ട് 5ഉം ചെയ്തു. നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഇച്ചിരി ഒരു ലെങ്ത്തിൽ യാൺ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കിത് തുന്നി പിടിപ്പിക്കാൻ വേണം. ഉള്ളിലോട്ട് കടത്തി ടൈറ്റൻ ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബ്രൗൺ കളർ യാൺ നീഡിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ നോസ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫേസിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുള്ള് ചെയ്തെടുത്തു. ഇനി നെക്സ്റ്റ് ബ്ലാക്ക് കളർ യാൺ എടുക്കാം. എന്നിട്ട് ഈ ഐസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഇത് ചെറിയ മക്കളുടെ ടീത്തർ ആയതുകൊണ്ട് ഐസിന് ബീഡ്സ് ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. സേഫ്റ്റി ഐസ് ആയാലും ഓക്കെ, പക്ഷെ അതും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു വായലിട്ട് കളിക്കുന്ന ഒരു ടോയ് ആണല്ലോ അത്. ഊരി പോന്നു കഴിഞ്ഞാൽ പിന്നെ റിസ്ക്കാണ്. അപ്പം ഞാനെപ്പോഴും യാണാണ് പ്രിസ്ക്രൈബ് ചെയ്യാറ് കേട്ടോ. അപ്പം ഞാനെപ്പോഴും യാണാണ് സജസ്റ്റ് ചെയ്യാറ്. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു വൈറ്റ് കളർ യാൺ എടുക്കാം.
അപ്പം നമ്മുടെ ലയണിൻ്റെ ഹെഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു റാറ്റിൽ റിങ്ങിലോട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഈ ഒരു ഓഫ് വൈറ്റ് യാൺ എടുക്കാം. ജസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് എടുക്കുക. നെക്സ്റ്റ് 20 ചെയിൻസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 plus 1 21. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ ചെയിൻസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ 20 സിംഗിൾ ക്രോഷ്യേസ് ഉണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു എൻഡ് വരെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് വണ്ണിലൊരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 1 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് 2 3 4 5 ആൻഡ് 6 ഇതുപോലെ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ, എൻഡ് എത്തുമ്പോൾ ചെയിൻ 1 ചെയ്യുക, നമ്മുടെ വർക്ക് ടേൺ ചെയ്യുക. വേറെ ഇൻക്രീസ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഇതുപോലെ ഓരോ സ്റ്റിച്ചസിലും ഓരോ സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്തു പോവാം. അങ്ങനെ റൗണ്ട് 2 3 4 5 ആൻഡ് 6. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിന് എൻഡിലെത്തി. ഇനി നമുക്ക് ഇച്ചിരി ഒരു ലെങ്ത്തിൽ നമ്മുടെ യാൺ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എടുത്തിരിക്കുന്ന റാറ്റിൽ റിങ് കുറച്ചും കൂടി വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ റൗണ്ട് 6 പകരം റൗണ്ട് 7 8 വരെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡ് വരെ ഇതുപോലെ ചെയ്തെടുത്തു. ലാസ്റ്റ് വണ്ണിൽ ഒരു 2 ടൈംസ് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇവിടെ നിന്ന് നേരെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് എടുക്കാം. ഇനി നമ്മുടെ ഹെഡ് കറക്റ്റ് ഈ ഒരു പൊസിഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ഒരു ലീഫ് സ്പോട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അത് നോക്കി ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ലയൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ റാറ്റിൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.